ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് ഈ ചെമ്മീൻ കൊണ്ട് തന്നെയൊരു നല്ല ടേസ്റ്റി ആയിട്ടൊരു റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താൻ പോവുകയാണ്. അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ചെമ്മീൻ ഇഷ്ടമില്ലാത്തവരാരും കാണില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ചെമ്മീനെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ചെമ്മീൻ ഞാൻ റോസ്റ്റ് ആക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. ചെമ്മീനെല്ലാം നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ. ഇപ്പോൾ 1 കിലോ ചെമ്മീൻ വാങ്ങിച്ചായിരുന്നു. ഇപ്പം ക്ലീൻ ആക്കി എടുത്തപ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനനുസരിച്ചുള്ള ചേരുവകളാണ് നമുക്ക്. ചെമ്മീൻ റോസ്റ്റിന് വേണ്ടി ഞാൻ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കരിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്. നമ്മളിതെല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. പിന്നെ സവാള എടുത്തിട്ടുണ്ട്, ഒരു 4 ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്. നമുക്കിത് തയ്യാറാക്കാം. നമുക്കിനി ഇത് കലത്തിലേക്ക് വരില്ല. ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി വെണ്ണ എല്ലാം മൂത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തേങ്ങയാണ് ഇടുന്നത്. കരിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സവാള ഇടാം. ഏകദേശം ഒന്ന് ചുമന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചെമ്മീനകത്ത് ഉപ്പിടുന്നുണ്ട്. ഉള്ളി വഴലാനും വേണ്ടിയുള്ള ശകലം ഉപ്പൂടെ ഇടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉള്ളിയിൽ നിന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. ഉള്ളിക്ക് ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ. ഇപ്പം ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. ചെമ്മീൻ വെന്തത് നമുക്ക് വെള്ളം കളഞ്ഞ് എടുക്കാവുന്നതാണ്. ഉള്ളിയെല്ലാം വഴണ്ടിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വാർന്ന് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റുമ്പോൾ നമുക്ക് പൊടിവകളെല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടി, കുരുമുളക്. അപ്പോൾ നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, സ്വല്പം ഗരം മസാല, ഇതിൽ ഉലുവാപ്പൊടി. എല്ലാം കൊണ്ട് നമ്മളൊന്ന് ഇടുവാണ്. എരിവൊക്കെ വേണ്ടുന്നത് കൂടുതൽ ചേർക്കാവുന്നതാണ്. നന്നായിട്ട് വരട്ടിയെടുക്കാം. അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ എന്താ ഭംഗി. അപ്പം നല്ലൊരു ഊണ് ചെമ്മീൻ റോസ്റ്റും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.